നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴ സ്വദേശികളായ പ്രവാസി ദമ്പതികൾ സാമ്പത്തിക വസ്തു തട്ടിപ്പിനിരയായ സംഭവത്തിൽ റവന്യൂ ജീവനക്കാരും പോലീസുകാരനും ഉൾപ്പെട്ടതായി സൂചന. തെന്മലയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ പരിമിതമായ സ്ഥലം വിട്ടുനൽകുന്നതിനെതിരെ LDF പ്രതിഷേധം ശക്തമാക്കി. കരവാളൂർ വെഞ്ചേമ്പിൽ 40 സെന്റിലെ മരച്ചീനി വെട്ടിനശിപ്പിച്ച നിലയിൽ. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴ സ്വദേശികളായ ദമ്പതികൾ സാമ്പത്തിക വസ്തു തട്ടിപ്പിനിരയായ സംഭവത്തിൽ വൻ സംഘം ഉൾപ്പെട്ടിട്ടുള്ളതായി സൂചന. തട്ടിപ്പുണ്ടായ SBTയുടെ മടത്തറ ശാഖയിലെ ഇപ്പോഴത്തെ മാനേജർ സംഭവത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ചു. കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശികളായ പ്രവാസി ദമ്പതികൾ ശശിധരനും ഓമനയുമാണ് തട്ടിപ്പിനിരയായത്. SBTയുടെ മടത്തറ ശാഖയിൽ 2008 പഴയ മാനേജർ രാധാകൃഷ്ണൻ ശശിധരന്റെയും ഓമനയുടെയും പേരിൽ തുറന്ന ജോയിന്റ് അക്കൗണ്ട് വഴി 50 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ഈ അക്കൗണ്ടിൽ 2008 മുതൽ 2010 വരെ ശശിധരൻ നിക്ഷേപിച്ച തുക ATM വഴി മറ്റാരോ തട്ടിയെടുത്തുവെന്നാണ് പരാതി. തങ്ങളുടെ ആവശ്യപ്രകാരമല്ലാതെ അക്കൗണ്ട് തുറന്ന പഴയ മാനേജർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്ന് ശശിധരൻ ആരോപിച്ചിരുന്നു. ഇവരുടെ 4 വസ്തുക്കളുടെ പ്രമാണങ്ങളും പലപ്പോഴായി അന്യാധീനപ്പെട്ടു. ജോയിന്റ് അക്കൗണ്ടിൽ 2 വർഷം കൊണ്ട് ശശിധരൻ നിക്ഷേപിച്ചത് 47 ലക്ഷം രൂപയാണ്. അതേസമയം 1,30,00,000 ഇടപാടുകളാണ് ഈ അക്കൗണ്ട് വഴി നടന്നത്. ഒരു ദിവസം തന്നെ ഒന്നിലേറെ തവണ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഈ അക്കൗണ്ട് വഴി നടന്നു. ഒടുവിൽ ശശിധരന് അധിക നികുതിയും അടക്കേണ്ടി വന്നു. തട്ടിപ്പിന് കൂട്ടുനിന്നതായി ശശിധരൻ ആരോപിക്കുന്ന പഴയ മാനേജർ രാധാകൃഷ്ണൻ ഡൽഹിക്ക് സ്ഥലം മാറിപ്പോയി. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ പ്രതികരിക്കാനാവില്ലെന്ന് SBT മടത്തറ ശാഖയിലെ നിലവിലുള്ള മാനേജർ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ കേസും ഓംബുഡ്സ്മാനിലും കോടതിയിലും ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റില്ല. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കുളത്തൂപ്പുഴ സ്വദേശികളായ പ്രവാസി ദമ്പതികൾ സാമ്പത്തിക വസ്തു തട്ടിപ്പുകൾക്കിരയായ സംഭവത്തിൽ SBTയുടെ മടത്തറ ബ്രാഞ്ചിലെ ജീവനക്കാർക്കൊപ്പം ചില സർക്കാർ ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതായി സൂചന. കുളത്തൂപ്പുഴയിലെ മുൻ വില്ലേജ് ഓഫീസർ പ്രസന്നനും ഷാജികുമാർ എന്ന പോലീസുകാരനും സംഭവത്തിൽ ഉൾപ്പെട്ടതായി പറയുന്നു. ബാങ്കിൽ പോയി ATMന്റെ കാര്യം ചോദിച്ചതിന്റെ അന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഈ മാനേജരെ വിളിച്ചു, രാധാകൃഷ്ണൻ സാറിന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെ ആ അസുഖം തന്നെ ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേപോലെ എൻ്റെ 1 ഏക്കർ 32 സെന്റിന്റെ ഒരു പ്രമാണം അവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് എടുത്ത വായിലെ പറഞ്ഞ് ഈ ബാങ്കിൽ തന്നെ ഈ മാനേജർ ഇപ്പം ഡൽഹിയിലാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ ഈ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ബാങ്ക് ബിൽഡിങ്ങിൽ ചേർന്നിരിക്കുന്ന വീട്ടിലെ ഒരു കോൺട്രാക്റ്റും, ഇങ്ങനെ പറയുന്നത് ബാങ്ക് ബിൽഡിങ്ങിൽ ചേർന്നിരിക്കുന്ന വീട്ടിലെ ഒരു കോൺട്രാക്റ്റും വേറൊരു കോൺട്രാക്റ്റും ഒരു SNDP-കാരനെ കൂടെ കൊണ്ടാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് പറഞ്ഞു. ഞാൻ എന്തോ ഉദ്ദേശിക്കണം? സർക്കാർ ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ ഉൾപ്പെട്ട തട്ടിപ്പിനാണ് ശശിധരനും ഓമനയും ഇരയായതെന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. ദമ്പതികൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതറിഞ്ഞ് നേരിട്ടും അല്ലാതെയും ഒത്തുതീർപ്പിനെത്തിയത് പലരാണ്. അത് സൂപ്പർ എന്ന് പറയുന്നത് ഈ ഓമനയുടെ കുഞ്ഞമ്മയുടെ മോനെ സൂപ്പർ മടത്തറയുള്ള. അങ്ങനെ പുള്ളി വന്നിട്ട് ഇവരോടത്ത് പറഞ്ഞ് ഈ ബാങ്കിന്റെ കേസിന് പോയി കഴിഞ്ഞാൽ മടത്തറ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അതാരാണെന്നും നമുക്കറിയത്തില്ല. പറഞ്ഞത് സൂപ്പർമാ. ഇവരുടെ പരിചയക്കാരായ ദമ്പതികൾ പണം തിരിച്ച് അക്കൗണ്ടിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു അത്രേ. അത് ഞങ്ങളെ വീട്ടിനടുത്തുള്ള വളവച്ച് താമസിക്കുന്നവരാ. അവര് അവിടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് പോകാൻ നേരത്താ പുള്ളി പറഞ്ഞത്, നിങ്ങളെ പൈസ ഞങ്ങൾ കൊണ്ടങ്ങ് ഇട്ടേക്കുമെന്ന് പറഞ്ഞു. പരിചയമുള്ളവരാ. അല്ല അത് ചോദിച്ചില്ല. ഒരു ദിവസം അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ പ്രമാണം മക്കള് കൊണ്ടുപോയി പണയം വെച്ച് ഇന്നലെ ഹൈദരാബാദില് എവിടെ കൊണ്ടുപോയി. അവരെങ്ങനെ അറിയുന്നത്? ഈ നസീം എന്ന് പറയുന്ന ആ കൊച്ചു പറഞ്ഞു. കുളത്തൂപ്പുഴ വില്ലേജ് ഓഫീസറും ഓഫീസിലെ പ്യൂണും വസ്തുതട്ടിപ്പിൽ ഉൾപ്പെട്ടതായി സൂചനയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വില്ലേജ് കാൻസാർ വീട്ടിൽ വന്ന് പുള്ളിയെടുത്ത് ഇവർ ചോദിച്ചു, ഞങ്ങളാണ് ഈ രേഖ എടുത്ത് കാണിച്ചു, ഇതാരാ സാറേ വരച്ചതെന്ന് ചോദിച്ചു. ഇതാരാ? കാൻസാർ എന്ന് പറഞ്ഞാൽ വില്ലേജിലെ ഒരു പ്യൂണാണ്. കുളത്തൂപ്പുഴ വില്ലേജില്. അങ്ങനെ പുള്ളിയാണോ ഇത് വരച്ചത്. പുള്ളി ഒരു ദിവസം ഉച്ചയ്ക്ക് അവിടെ വീട്ടിൽ വന്ന് അവിടെ ആരെ തിരക്കി വന്നതാണ്. ഞാൻ കള്ളം പറഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞു, സാറേ പൊക്കളല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെടുത്ത് ഞാൻ പുള്ളിയെ കൊണ്ട് കാണിച്ചു. ഇതാരാ സാറേ വരച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനറിയാതെ എൻ്റെ വസ്തുവിൻ്റെ വരയ്ക്കുന്നില്ലേ. അന്നേരം പറഞ്ഞ് ഇത് ഞാൻ തന്നെ വരച്ച്. അങ്ങനെ ഇവർ ചോദിച്ചു, സാർ ഈ വസ്തുവിൻ്റെ ഇത് വരച്ച് എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞ് പട്ടയം ഉണ്ടാക്കി കൊടുത്തു. പട്ടയം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രമാണം നമ്മളെ കയ്യിലിരിക്കുമ്പം
വസ്തു വേറെ മറിഞ്ഞാൽ പോകും. ആർക്കാ ഉണ്ടാക്കി കൊടുത്തത്? അത് പുള്ളി പറഞ്ഞില്ല. അത് പുള്ളി എടുത്ത് ഇനി ചോദിച്ചേ പറ്റൂ. അതേപോലെ ഈ പുള്ളി പറഞ്ഞ് കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ചോദിച്ചു, സാറേ നമ്മൾ 1 ഏക്കർ 32 സെന്റിന് വസ്തുവിൻ്റെ ഇത് കൊടുത്താന്ന് ചോദിച്ചു. അത് നേരത്തെ കൊടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് പോകാൻ നേരത്തെ പറഞ്ഞ് എൻ്റെ ജോലി കളയരുത്. അങ്ങനെ ഇവർ പറഞ്ഞ് സാറിൻ്റെ ജോലി കളയാനും വാങ്ങിച്ചു തരാനും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പോകാൻ നേരത്ത് പറഞ്ഞ് എൻ്റെ ജോലി മാത്രമല്ല വേണം, വില്ലേജ് ഓഫീസറുടെ ജോലിയും പോകുമെന്ന് പറഞ്ഞ് പുള്ളി പോവുകയും ചെയ്തു. ഏത് വില്ലേജ് ഓഫീസറാണ്? പ്രകാശൻ സാറ്. ഇപ്പം പുള്ളി അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പം പാരിപ്പള്ളിയിലുള്ളതാണ്. ഒരു പോലീസുകാരനും സംഭവത്തിൽ ഉൾപ്പെട്ടതായി പറയുന്നു. എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോളെ കിട്ടിയേക്കുന്ന ഷാജി അല്ലേ, ഷാജികുമാർ എന്ന് പറയുന്ന പോലീസുകാരനും. ഏത് സ്റ്റേഷനിലെ പോലീസുകാരനാണ്? പുള്ളി പാറ്റെങ്കിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഈ ഷാജികുമാറിൻ്റെ ഭാര്യയും ഇവരെ മൂത്ത സഹോദരൻ രവീന്ദ്രൻ, ഇവർ 3 കൂടെ ഒരു ദിവസം രാത്രി 9 മണിക്ക് വീട്ടിൽ വരുന്നു. കല്ലമ്പലത്തു നിന്നാണ് വരുന്നത്. കോഴിക്കോട്ട് വരണമെങ്കിൽ 19 കിലോമീറ്റർ ഉണ്ട്. കാരണം ഞാൻ എന്താ നിങ്ങൾ രാത്രി എല്ലാവരും കൂടെ വന്നേ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ സംസാരിച്ചവൻ പറഞ്ഞ് പുള്ളര് ഒരു 4 ലക്ഷം രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചു ഏത് പിള്ളേർ, അത് പറഞ്ഞില്ല. അന്നേരം ഒരു 2 ലക്ഷം രൂപ അങ്ങ് തരും, കേസിനൊന്നും പോലും പറഞ്ഞു. ഞങ്ങൾ എന്തോ മറുപടി പറയാനില്ല. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. 1/2 കോടിയോളം രൂപയുടെ തട്ടിപ്പിലും വസ്തുക്കൾ അന്യാധീനപ്പെട്ടതിലും തങ്ങളുടെ മക്കൾക്കും പങ്കുള്ളതായി ശശിധരനും ഓമനയും സംശയം പ്രകടിപ്പിച്ചു. ഓമനയ്ക്ക് മാനസിക രോഗമുള്ളതായി വരുത്തി തീർക്കാനും മക്കൾ ശ്രമിച്ചുവത്രേ. തങ്ങളുടെ അക്കൗണ്ട് വഴി നടന്ന തട്ടിപ്പ് അന്വേഷിക്കുന്നതിൽ മക്കളുടെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടല്ല ഉണ്ടായതെന്ന് ശശിധരൻ ഓമന ദമ്പതികൾ പറഞ്ഞു. മക്കള് പറഞ്ഞ് ഞാനാണ് ATM എടുത്തോന്ന്. എന്നിട്ട് കല്ലമ്പലത്തുനിന്ന് ഒരു എൻ്റെ ചേട്ടത്തീര മോളെ ഭർത്താവ് വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇതൊക്കെ കൊള്ളായിരുന്നു, ഈ പ്രമാണമെല്ലാം കടപ്പെടുത്തി നിങ്ങൾ ഈ ATM ഒക്കെ എടുത്ത് മാമ അറിയാതെ. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ബാങ്കിൽ ചെന്ന് ചോദിച്ചോ പറഞ്ഞ് നിങ്ങൾ തന്നെ. ഞാൻ പറഞ്ഞു ഇത് എവിടം വരെ പോയാലും ഞാൻ തെളിയിക്കുന്നു. ഇപ്പം പിന്നെ മാനേജർ എൻ്റെ കൂടെ വിളിച്ചു പറഞ്ഞ് ATM-ൽ ഒപ്പിട്ടേക്കുന്ന മടത്തറ ബാങ്കിൽ ഒരു മോളാണെന്ന്. എനിക്ക് മോളില്ല. ശശിധരനും ഓമനയും ഗൾഫിലായിരുന്നപ്പോൾ ഇവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത് 3 ആൺമക്കളാണ്. ബാങ്ക് ഇടപാടുകളിലും വസ്തുക്കളുടെ ആധാരങ്ങൾ പുറത്തുപോയതിലും മക്കൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയം ഇവർക്കുണ്ട്. എന്റെ ഈ പ്രമാണങ്ങളെല്ലാം കൂടെ വീട്ടിൽ ഇരിക്കുന്ന ഫ്രീ കേസിൽ നിന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആരെടുത്ത് മാറ്റി? അത് മക്കളാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അവരടുത്ത് ചോദിച്ചിട്ട് ഏറ്റില്ല. ഞാൻ അവിടെ ഇപ്പോഴത്തെ മാനേജരെ കാണാൻ ചെന്നപ്പോഴത്തെ മാനേജർ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഇത് നിങ്ങളാണെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ഈ വീട്ടിൽ മക്കൾക്കൊന്നും ഇത്രയും വലിയ തുകയ്ക്കൊന്നും ചെക്ക് എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ചെക്കാണല്ലോ, എൻ്റെ ഒപ്പാണല്ലേ. അന്നേരം ചെക്കിൻ്റെ പുറത്ത് ഒരു ഒപ്പ് ഇങ്ങനെ വലുതായിട്ട് കിടക്കുന്നു. അങ്ങനെ അതിനെപ്പറ്റി വീട്ടിൽ സംസാരം ആയി. പക്ഷെ അവരാരും ഏൽക്കുന്നില്ല. ഏൽക്കണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ശശിധരന് അവിഹിത ബന്ധമുള്ളതായി ആരോപിച്ച് ഓമനയുമായി തെറ്റിക്കാനും മക്കൾ ശ്രമം നടത്തിയത്രേ. എനിക്ക് വേറെ പെണ്ണും മക്കളും ഉണ്ടെന്ന് പറഞ്ഞ് അത് എൻ്റെ ഇളയ മോൻ എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, തള്ളയെടുത്ത് പറഞ്ഞു കൊടുത്തു. അന്നേരം ഇവർക്ക് ഇതേപോലെ ഇവർക്ക് ഈ ഗുളിക കൊടുക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ പിണങ്ങി പോകുന്നില്ലായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മക്കളും മരുമക്കളും ഇവരും എല്ലാം കൂടെ ഒറ്റ കെട്ടാണെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അന്നേരം ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരുത്തം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴും ഞാൻ പിന്നെ അപ്പോഴിവരെ സഹോദരിയുടെ വീട്ടിൽ പോയ ചൂസ് അപ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോയപ്പോ എന്നെ കൊണ്ടുപോയത്. എന്നെ മാറ്റിയിട്ട് ഇവിടെ ആശുപത്രി കൊണ്ടുപോയി. ഓമനയ്ക്ക് ഗുളികകൾ നൽകി മാനസിക രോഗിയാണെന്ന് വരുത്താനും മക്കൾ ശ്രമിച്ചതായി പറയുന്നു. എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യ രമ്യയെ ഗുളിക കൊടുക്കുന്നത്. ഗുളിക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആദ്യം ഇവരറിയാതെ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായി. ചായ എല്ലാം എന്തോതിൽ ആഹാരത്തിലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ഇവർ ഇതിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കയ്യിൽ കൊടുത്തിട്ട് പറയും അമ്മയുടെ വയറ് നൂരണ്ടേ, അമ്മയ്ക്ക് നന്നാവണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഗുളിക കൊടുക്കുന്നത്. അത് ഒരു ദിവസം 3 പ്രാവശ്യമൊക്കെ ഗുളിക കൊടുത്തുള്ളൂ.
ഓമനയെ ബലമായി പിടികൂടി പേരൂർക്കടയിലെ സ്വകാര്യ മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുപോയി പാർപ്പിച്ചതായും പറയുന്നു. മെയ് 20-ാം തീയതി കാലത്തെ നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. ഞാൻ നടന്നു പോയ സമയത്ത് എൻ്റെ 2 മക്കൾ, ഇളയ മോനും മൂത്ത മോനും കൂടെ ഒരു വണ്ടിയും കൊണ്ടുവന്ന്, ഞാൻ അറിഞ്ഞില്ല. വന്ന് ആ വണ്ടി നിർത്തി എന്നെ സിനിമാ സ്റ്റൈലിൽ എടുത്തിടുകയാണ് ചെയ്തത്. എടുത്തിട്ട് JJ ആശുപത്രി കൊണ്ടുപോയി. പേരൂർക്കട കൊണ്ടുപോയി. അപ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കയ്യിൽ പിടിച്ചവരങ്ങനെ, കാലിൽ പിടിച്ചവരെന്നെ വായിൽ കുത്തി പിടിച്ച്, രണ്ടാമത്തെ മോൻ പിടിച്ചിട്ട് ഇവർ കുറേ മരുന്ന് ഒഴിച്ചതിന് ശേഷം പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. അതിനുശേഷം ദിവസം എനിക്ക് 3 നേരം ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. 5 ദിവസം അവിടെ ഇട്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരുപാട് പ്രശ്നമുള്ളതാണ് ഡോക്ടറെ, എനിക്ക് മറ്റൊരു അസുഖമില്ല, ഇതൊന്നും ഞങ്ങൾക്കറിയണ്ട, ഞങ്ങൾ അവർ പറയുന്നതേ കേൾക്കുള്ളൂ. അങ്ങനെ ഞാൻ ഇവരെ 3 അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവരെ കയ്യൊക്കെ ഇങ്ങനായി. ഡെയിലി ഇഞ്ചക്ഷനാണ്, ഡെയിലി ഗുളിയും കൊടുക്കും, ഇഞ്ചക്ഷൻ കൊടുക്കും. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇവരെ കൊണ്ടുപോകാൻ പോകണമെന്ന് പറഞ്ഞു. എപ്പോഴും അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവരെ 3-4 പേരുണ്ടായിരുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് ഇവരെങ്ങനെ പോയി. രാത്രിയായപ്പോൾ ഇവർക്ക് അങ്ങ് പനി കൂടി. അങ്ങനെ ഞാൻ നേഴ്സിനെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഇവർക്ക് ഭയങ്കര പനിയിരിക്കുകയാണ്, എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ഒരു ഗുളിക കൊടുത്ത് രാത്രി 2 മണിയായപ്പോഴത്തേക്ക് ഒരു പനിയങ്ങ് കൂടി. അങ്ങനെ ഞാൻ ഇവരുടെ റൂമിൽ ചെന്ന് തട്ടി ഇവരെ വിളിച്ച് ഇവരിറങ്ങി വന്നു. ഞാൻ പറഞ്ഞു അവർക്ക് പനി കൂടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് 104 ഡിഗ്രി പനിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ അയാൾ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നു, ഒരു കാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറയുമെന്ന് പറഞ്ഞു. രാത്രി 2 മണി സമയത്ത് ഞാൻ പോയി ഒരു ആട്ടോ വിളിച്ചുകൊണ്ട് വന്നു. ഇവർക്ക് ഓർമ്മയില്ല, മരുന്ന് ഇവിടെ വീട്ടിൽ കൊടുത്ത് തന്നെ അവിടെയും കൊടുക്കുക. ഇവരെ വിളിച്ച് ആട്ടോയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഇവരുടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊടുത്ത മരുന്നിൻ്റെ തുണ്ട് എഴുതി തരണമെന്ന് പറഞ്ഞു. അതിന് ഇവർക്ക് ഭയങ്കര പനി. അങ്ങനെ അവരെഴുതി, ഒരു വെള്ള പേപ്പർ എടുത്ത് എഴുതി. ഞാൻ പറഞ്ഞു ഇതിൽ ഇടണം, സീലും ചെയ്യണം, എന്നാലേ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ട വലിച്ചെറികളാൻ പറഞ്ഞു. വലിച്ചെറികളാൻ അത് പിന്നെ എനിക്ക് ഇവരെ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് അവരോട് വഴക്കൂടാനുള്ള സമയമല്ലേ. ഏത് ഡോക്ടർ? അത് ഈ JJ ആശുപത്രിയിലുള്ള അവരുടെ പേര് എനിക്ക് അത്ര അറിയത്തില്ല. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. തെന്മലയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ പരിമിതമായ സ്ഥലം വിട്ടുനൽകുന്നതിനെതിരെ LDF പ്രതിഷേധം ശക്തമാക്കി. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് LDF പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11-ന് തെന്മല ഡിപ്പോ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ ഓഫീസിനും കളിസ്ഥലത്തിനും പഞ്ചായത്തിന്റെ ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കുമായി 1 ഏക്കർ 80 സെന്റ് സ്ഥലമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 1 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടമുണ്ട്, ചെറിയൊരു കോൺഫറൻസ് ഹാളുണ്ട്. അതിനുശേഷം നമ്മുടെ കൈവശം ഇരിക്കുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള അമൂല്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന 50-60 സെന്റ് സ്ഥലത്താണ് ഇന്ന് പഞ്ചായത്തിന്റെ വരുമാന മാർഗമായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പൊ പോലീസ് സ്റ്റേഷൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ പരിമിതമായ സ്ഥലത്ത് മാർക്കറ്റിനോട് ചേർന്ന പോലീസ് സ്റ്റേഷൻ വന്നാൽ പോലീസിനും കന്നുകാലികൾക്കും ഒരുമിച്ച് പരേഡ് നടത്താനേ ഉപകരിക്കുമെന്ന് അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു പഞ്ചായത്തും ഒരു പോലീസ് സ്റ്റേഷന് സ്ഥലം കൊടുത്ത ചരിത്രം ഉണ്ടാവും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. 5 പഞ്ചായത്ത് പോലും പോലീസ് സ്റ്റേഷന്റെ സ്ഥലം എടുത്ത് എന്ന് പറഞ്ഞാൽ വളരെ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റിയിട്ട് പോലീസ് സ്റ്റേഷന്റെ സ്ഥലം പഞ്ചായത്ത് എടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെന്മല പഞ്ചായത്തിന്റെ കൈവശമുള്ള ഏറ്റവും ചുരുങ്ങിയ ഭൂമി പോലീസ് സ്റ്റേഷന് വേണ്ടി വിട്ടുകൊടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ 25 സെന്റിൽ ഇവിടെ വെച്ചാൽ ആഴ്ചയിൽ 2 ദിവസം കന്നുകാലി ചന്തയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, പോലീസുകാരും കന്നുകാലിയും കൂടെ ഒരുമിച്ച് പരേഡ് നടത്തും. പോലീസുകാർക്കുണ്ടോ സൗകര്യം ഈ 25 സെന്റിൽ? ഞങ്ങൾ ചോദിക്കാൻ. CPI തെന്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R സുനിൽകുമാർ അധ്യക്ഷനായി. CPM തെന്മല ലോക്കൽ കമ്മിറ്റി അംഗം VS മണി സ്വാഗതം പറഞ്ഞു. CPIയുടെയും CPMന്റെയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തെന്മല. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വാളകം ഓഫീസിലേക്ക് ഇടതുമുന്നണിയുടെ പ്രതിഷേധ മാർച്ച്. പദ്ധതി പൂർത്തീകരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്.
വാളകം ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായെത്തിയ പ്രവർത്തകരെ മേഴ്സി ആശുപത്രിക്ക് സമീപത്തെ കുടിവെള്ള പദ്ധതിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. വാളകം ഭാഗത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉടൻ പൂർത്തിയാക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രകടനം. CPI സംസ്ഥാന കമ്മിറ്റി അംഗം ബി രാഘവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റവും കുടിവെള്ളക്ഷാമവും പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബി രാഘവൻ MLA രൂക്ഷമായി വിമർശിച്ചു. ചരിത്രത്തിലാദ്യമായി കേരള സംസ്ഥാനത്ത് 19 MP-മാർ, കൈപ്പത്തിൽ 19 MP-മാർ, 8 കേന്ദ്രമന്ത്രിമാർ, 8 കേന്ദ്രമന്ത്രിമാർ ഈ രാജ്യം ഭരിക്കുന്നുണ്ട്. ഈ മൻമോഹൻ സിംഗ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള് ഈ പുതിയ മുന്നൻ AK ആന്റണിയാണ്. കരുത്തരാ കേരളത്തിലെ കുടിവെള്ളത്തെ പ്രശ്നത്തിൽ പ്രധാനപ്പെട്ടതല്ല. നമ്മുടെ പ്രധാനമന്ത്രി നാവ് പോകും എപ്പോഴും അറിയാമോ? വില കൂട്ടാൻ കുറയ്ക്കാൻ നാവ് പോകുന്നില്ല. കൂട്ടിക്കോ പെട്രോളിന്റെ വില കൂട്ടുന്നു, ഗ്യാസിന്റെ വില കൂട്ടുന്നു, കടത്ത് കൂലി കൂട്ടുന്നു, ചരക്ക് കൂലി കൂട്ടുന്നു, റെയിൽവേ നിരക്ക് കൂട്ടുന്നു, പാലിന്റെ വില കൂട്ടുന്നു, കറണ്ടിന്റെ വില കൂട്ടുന്നു, വെള്ളത്തിന്റെ വില കൂട്ടുന്നു, എല്ലാത്തിനും കൂട്ടുന്നു, കുറയ്ക്കാൻ നാവ് പോകുന്നില്ല. ഇതാണ് പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി ഒറ്റ ആളാണ് ഉമ്മൻചാണ്ടി. ഈ രാജ്യത്തേക്ക് മരപ്പട്ടിക്ക് കൂട്ടുന്ന വേണ്ടമാണ്. സമരസമിതി പ്രസിഡന്റ് പ്രകാശ് ലക്ഷ്മൺ അധ്യക്ഷനായി. സെക്രട്ടറി PK ജോൺസൺ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് P ഐഷാപ്പൊറ്റി MLA, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R സഹദേവൻ, ജോർജ് മാത്യു, CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് V രവീന്ദ്രൻ നായർ, മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി SR രമേശ്, CPI കൊട്ടാരക്കര മണ്ഡലം സെക്രട്ടറി A മന്മഥൻ നായർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കരവാളൂർ വെഞ്ചേമ്പിൽ വിളവെടുപ്പിന് ഭാഗമായ 40 സെന്റ് മരച്ചീനി വെട്ടിനശിപ്പിച്ച നിലയിൽ സംഭവം വിവരിച്ച് കർഷകൻ പുനലൂർ പോലീസിൽ പരാതി നൽകി. വെഞ്ചേമ്പ് മാർക്കറ്റിന് സമീപം ഷീന മൻസിലിൽ ഷംസുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള മരച്ചീനി വിളകളാണ് സാമൂഹിക വിരുദ്ധർ വ്യാപക തോതിൽ പിഴുതു നശിപ്പിച്ചത്. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. പാകമെത്താറായ വിളവാണ് നശിപ്പിച്ചത്. വീടിന് 1/2 കിലോമീറ്റർ അകലെയുള്ള 40 സെന്റ് വയലിലാണ് മരച്ചീനി കൃഷി ചെയ്തിരുന്നത്. 90 മൂട് മരച്ചീനി പിഴുതെറിഞ്ഞ നിലയിലാണ്. മുൻപും ഇവിടെ കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു. 8 മാസത്തിലേറെ പ്രായമുള്ള ചീനി 92 മൂട് ചീനി പിഴുതിട്ടുണ്ട്. പിഴുതാരാന്ന് അറിയില്ല. ഇവിടെ കുറേ സാമൂഹിക വിരുദ്ധർ ഇവിടെ ഇങ്ങനെ ഈ കലങ്ങിൻ്റെയും ഈ ഭാഗങ്ങളിലുമെല്ലാം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ എന്തെങ്കിലും ചോദിക്കുക പറയുക ചെയ്താൽ അവർ അക്രമങ്ങൾ കാണിക്കുകയും അവർ മറ്റ് അസഭ്യ വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവരെ നമുക്ക് ഒന്നും അങ്ങോട്ട് വെല്ലാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ആരാണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. സംഭവം വിവരിച്ച് ഷംസുദ്ദീൻ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന സാമൂഹിക വിരുദ്ധരെ അമർച്ച ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യമുയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ ഒന്നാമതെത്തി. അംഗീകാരമായി ലഭിച്ച മഹാത്മാ പുരസ്കാരം പഞ്ചായത്ത് അധികൃതർ കോട്ടയത്ത് മന്ത്രി MK മുനീറിൽ നിന്നും ഏറ്റുവാങ്ങി. പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി. കോട്ടയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി MK മുനീറാണ് പുരസ്കാരം സമ്മാനിച്ചത്. കൊല്ലം ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളെ പിന്തള്ളി തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച സേവനം കാഴ്ചവെച്ചതിനാണ് പുരസ്കാരം. 998 പേർക്ക് 100 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചും 2,92,03,300 രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തിയുമാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ മികവ് കാട്ടിയത്. പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും തൊഴിലുറപ്പ് പദ്ധതിയെ ചൊല്ലി നിരവധി ആക്ഷേപങ്ങൾ ഉയർത്തിയവർക്ക് പുരസ്കാരം മറുപടിയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ പറഞ്ഞു. സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീറാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അവാർഡ് സമ്മാനിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2,92,00,000 രൂപ ചെലവഴിച്ചാണ് ജില്ലയിൽ 1ാം സ്ഥാനത്ത് തെന്മല ഗ്രാമപഞ്ചായത്ത് എത്തിയത്. 995 കുടുംബങ്ങൾക്ക് 100 തൊഴിലുകൾ നൽകുവാനും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VM സലീം, AT ഷാജൻ എന്നിവരും പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ദീപപ്രഭയിൽ മുങ്ങി പത്തനാപുരം പുന്നല ശ്രീ നീലകണ്ഠപുരം ശിവക്ഷേത്രം. ലക്ഷദ്വീപ കാഴ്ച ഒരുക്കിയത് ആയിരങ്ങളാണ്. ശിവരാത്രി ദിനത്തെ ഭക്തിസാന്ദ്രമാക്കി ആയിരങ്ങൾ ലക്ഷം ദീപക്കാഴ്ച സമർപ്പിച്ച് നിർവൃതിയടഞ്ഞു. പ്രദേശത്തെ പ്രഭാപൂരിതമാക്കിയ ലക്ഷം ദീപക്കാഴ്ചയുടെ ഉദ്ഘാടനം പത്തനംതിട്ട DYSP R ചന്ദ്രശേഖരൻ പിള്ള നിർവഹിച്ചു.
ആത്മീയതയിൽ അധിഷ്ഠിതമായ ശരിയും ശാസ്ത്രീയവുമായ ഭാരതീയ ജീവിത ദർശനം ലോകരാജ്യങ്ങൾ കൂടുതൽ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ സംസ്കാരം ഇന്ന് ലോകം തൊഴുകയോടെ വിളക്ക് കത്തിച്ച് നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് ആധുനിക ലോകം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർ മഞ്ജുലാൽ, മാധ്യമപ്രവർത്തകരായ പ്രദീപ് ഗുരുകുലം, ഗോപകുമാർ പട്ടാഴി, KG ഹരികുമാർ, സുനിൽ പുന്നല, നജീബ്, ക്ഷേത്രഭാരവാഹികളായ ബിജു തുണ്ടിൽ, KM രാധാകൃഷ്ണൻ, P ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാണിജ്യ വാർത്ത. സൗന്ദര്യവർദ്ധക ഫാഷൻ രംഗത്ത് തരംഗമായി ഫാഷൻ ഫ്രൂട്ട്സ് പത്തനാപുരത്ത് പ്രവർത്തനം തുടങ്ങി. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഫാൻസി ആഭരണങ്ങളുടെയും വിശാലമായ കലവറയാണ് ഫാഷൻ ഫ്രൂട്ട്സ്. നടി സജിത ബേട്ടി ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ജംഗ്ഷന് സമീപം ബാബാ സാഹിബ് സ്ക്വയറിലാണ് ഫാഷൻ ഫ്രൂട്ട്സ് പ്രവർത്തനം ആരംഭിച്ചത്. ലേഡീസ് ഫാൻസി, കോസ്മെറ്റിക്, ബ്രൈഡൽ ആക്സസറീസ് എന്നിവയുടെ ശേഖരം ഒരുക്കിയാണ് ഫാഷൻ ഫ്രൂട്ട്സ് സജ്ജമാക്കിയത്. നടി സജിത ബേട്ടി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ സമ്മാന കൂപ്പണുകൾ വിതരണം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക, സാംസ്കാരിക, വ്യാവസായിക രംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുളത്തൂപ്പുഴ സ്വദേശികളായ പ്രവാസി ദമ്പതികൾ സാമ്പത്തിക വസ്തു തട്ടിപ്പിനിരയായ സംഭവത്തിൽ റവന്യൂ ജീവനക്കാരും പോലീസുകാരനും ഉൾപ്പെട്ടതായി സൂചന. തെന്മലയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ പരിമിതമായ സ്ഥലം വിട്ടുനൽകുന്നതിനെതിരെ LDF പ്രതിഷേധം ശക്തമാക്കി. കരവാളൂർ വെഞ്ചേമ്പിൽ 40 സെന്റിലെ മരച്ചീനി വെട്ടിനശിപ്പിച്ച നിലയിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.